കാണുന്നുണ്ടോ? നിങ്ങളും ഇതിൽ എൻജോയ് ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല പറ്റിയ വോയിസ്. ഹലോ സെലിബ്രിറ്റീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു. സുഖസുന്ദരം എന്ന് പറയാൻ പറ്റില്ല, എന്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അത് വെയിലത്ത് പോയി കൈവളിച്ചിട്ടുണ്ടോ? അയ്യോ, ഒരു രക്ഷയില്ല മക്കളെ. ചെന്നൈ വെയിൽ. ഞാന് ആ വെയിലത്ത് പോയി ജീവനോട് വന്നതിന്റെ ഭാഗ്യമുണ്ട്. നാട്ടിലെ എല്ലാ സമയത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് തമിഴ്നാട്, അതായത് മധുരൈ തേനീസിലൊക്കെ വെയിൽ കൊണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉള്ളപ്പോ പറയാറുണ്ടായിരുന്നു ഭയങ്കര ഇതാണ്, സ്കിന്നൊക്കെ ടാണൊക്കെ മാറി എന്റെ കൈയൊക്കെ കറുത്തു. പക്ഷെ എന്റെ ജീവിതത്തില് ഇതാണ് അനുഭവിച്ചിരിക്കുന്നത്. അത് നട്ടുച്ച വെയിലല്ലേ, അതുകൊണ്ടായിരിക്കും ബേബി, അറിയില്ല. അപ്പൊ അങ്ങനെ അത് വെയിലിന്റെ ചൂട് താങ്ങാൻ പറ്റാനാണ് കേട്ടോ. അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഫുള്ള് കാണുക, നിങ്ങൾ ഷെയർ ചെയ്യുക, എന്താ പറയാ, നല്ലൊരു സപ്പോർട്ട് തരാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം അങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മളവിടെ പോയത്. അല്ലേ, ഇവിടുന്ന് വീഡിയോ കിട്ടണം. നമുക്കറിയാം എത്ര ആൾക്കാർ വരുന്ന തിരക്കുണ്ടാവുന്ന ഉദ്ദേശമുണ്ട്. പക്ഷെ ഇങ്ങനെ വരുന്ന അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ അത് വല്ലാതെ വീഡിയോ ഓണാണ് നോക്കുന്നത്. ഇല്ലല്ല, ഇത് വല്ലാത്തൊരു ചെയ്തായി പോയി. വല്ലാത്തൊരു ഇതായി. കാരണം മുഖം കണ്ട, എന്റെ മുഖം കണ്ട ഇന്നും ഇതായിട്ടില്ല. പിന്നെ മനുഷ്യന്റെ ജീവനെ പോയി കൈ ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇതാ ഇന്നിപ്പോ ഇന്നലത്തെക്കാട്ടും കുറവുണ്ട്. കുറവുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് അപ്പോ അങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ടാണ് പോയത് കേട്ടാ. പിന്നെ എന്താ പറയാ, ഈ ഒരു ഇതിനെ കുറിച്ചിട്ട് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല. എങ്കിലും നമ്മളൊരു അറിവ് കിട്ടിയ ഇത് വെച്ചിട്ട് ഞാൻ പറയാണ്. ഈ ഒരു ഷോ ഇവിടെ നടന്നിരിക്കുന്നത്, അതായത് എയർ ഷോ ഇപ്പൊ മെറീന ബീച്ചിൽ നടന്നിട്ടുണ്ടല്ലോ. അതായത് 2024 ഇപ്പൊ നടന്നില്ലേ. ഈ ഷോ 2003 ഫസ്റ്റ് നടന്നിരിക്കുന്നതാണ് പറയപ്പെടുന്നത് കേട്ടോ. നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല. എൻ്റെ ഒരു അറിവ് എല്ലാം പറയുന്നത് കേട്ടിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. 2003 ഈ ഒരു ഷോ നടന്നിരിക്കുന്നത്. 21 വർഷം മുമ്പോ 21 വർഷം മുന്നേ നടന്നിട്ടുള്ളതാണ് ഈ ഒരു ഷോ. പിന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 72ഓളം വിമാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് പല ഇതും എനിക്കത് പ്രത്യേകിച്ച് അതിൻ്റെ ഒന്നും ഒരു പേരുകളൊന്നും എടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. ഒരുപാട് നമ്മളത് എന്തൊക്കെയോ പേരൊക്കെ കുറെ കേട്ടു, പക്ഷെ എനിക്കിപ്പോൾ വായിലൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇത് എടുത്തിട്ടാണ് ഈ ഒരു ഇത് ഇതാക്കിയിരിക്കുന്നത്. പിന്നെ പറയാനില്ല, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇന്നലെ വെറും ആ ഹെലികോപ്റ്ററിനെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇന്നത്തെ ഒരു വീഡിയോ ആണ്, എന്താ പറയാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ഇപ്പോൾ ടി വിയിലൊക്കെ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു അടുത്ത് നിന്ന് കാണുന്ന ഒരു എക്സ്പീരിയൻസ് കുറച്ചിങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, പിന്നീട് ഇതാക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയാ, എനിക്ക് ഒരുപാട് ഇതിനെക്കുറിച്ച് അറിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് വിമാനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പൊ നേരെ പോയിട്ട് വീഡിയോ കണ്ടിട്ട് ഓടി വരാം. കിട്ടിട്ടോ അറിയില്ല. നോക്കൂ മക്കളെ, കാണുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നു. നോക്കൂ പോകുന്നേ, കാണുന്നുണ്ടോ? എനിക്ക് കാണുന്നില്ലടി, കിട്ടുന്നുണ്ടോ വിചാരിക്കണോ? ഇതാ മക്കളെ, ഓ ഇത് വേറെ കേട്ടോ. കണ്ടോ പോകുന്ന, കണ്ടോ മക്കളെ, കണ്ടോളൂ, ഇതാ പോകുന്നു.
കണ്ടോ, കാണുന്നുണ്ടെന്ന് വിചാരിക്കണോ? എവിടെ നോക്കൂ മക്കളെ. ഹായ്, സൂപ്പർ. കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കൊന്നും കാണുന്നില്ല. കണ്ടോ കണ്ടോ കാണുന്നുണ്ടോ? എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കൂ എങ്ങനെയാ പോകുന്നെന്ന്. ആയി നോക്കടി. കണ്ടോ കണ്ടോ, ഇതാ പോയി. അത് നോക്കട്ടെ, എടുക്കട്ടെടി. ആയി നോക്കു നോക്കു മക്കളെ, ഇതേ നോക്കടി. അതാ പോകുന്നുണ്ടോ? സൂപ്പർ സൂപ്പർ സൂപ്പർ. നോക്കൂ കാണുന്നുണ്ടോ? സൂപ്പർ സൂപ്പർ. കണ്ടോ? നോക്കരേണു. ഹായ് രേണു കാണണ്ട. എന്റെ കൈ വേദനിക്കാൻ തുടങ്ങി രേണു. നോക്കൂ മക്കളെ, കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കൂ കണ്ടോ? അയ്യോ രേണു എന്നെ വിട്ട് പോയി വന്നു. ഒരു മിനിറ്റ്. നടക്ക് നടക്ക്, ഫ്രണ്ടിക്ക് വേ നടക്ക്. താഴ്ന്നു വെള്ളം നോക്കടി നോക്കടി. സത്യം പറഞ്ഞത് എവിടെയെന്ന് എനിക്ക് അറിയണല്ലേ രേണു. കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം ജെറ്റാണ് കേട്ടോ. ജെറ്റ് കാണുന്നുണ്ട് തോന്നുന്നു. എനിക്ക് ഇവിടുന്ന് ഒന്നും കാണുന്നില്ല. കണ്ടോ? അയ്യോ എനിക്ക് വയ്യേ, ചുട്ടോട് കൊള്ളു വയ്യ രേണു. മയക്കടിച്ച് പോയി രേണു. അവിടെ പോയാൽ കാണില്ലടി. ഇത് അരമണിക്കൂറിൻ്റെ അതേ ഉള്ളൂ രേണു. കൊണ്ടുതാൻ വേണം. വേണമെന്നുണ്ടെങ്കിൽ കൊള്ളണം. അത് നോക്കൂ മക്കളെ.
കാണുന്നുണ്ടോ? നിങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് മക്കളെ? അതല്ല അത് 16. മക്കളെ ബെൽറ്റ് അടിക്കുന്നുണ്ടോ? സൂപ്പർ സൂപ്പർ. കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കൂ മക്കളെ. ഇതൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണുന്നുണ്ടോ മക്കളെ? കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കുന്നു. എനിക്ക് വോയിസ് ഓവർ ചില സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്.
കാണുന്നുണ്ടോ? ആ ഷിപ്പിൽ നിന്നാണ് വരുന്നത് കേട്ടോ. ഈ വരുന്നതൊക്കെ ഷിപ്പിൽ നിന്നുള്ളതാണ്. വെയിലത്തൊരു പരുവമായി മക്കളെ, ഞാൻ കറുത്ത് കരുവാളിച്ചു പോയി. വരുന്നു മക്കളെ, നോക്കൂ. എവിടെയടി? കാണുന്നില്ലടി. ഒരു ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അത് നോക്കൂ, എന്താ ജനം കണ്ടോ? ഭയങ്കര തിരക്ക്. നോക്കി ഹെലികോപ്റ്റർ പോകുന്നു. കാണുന്നുണ്ടോ? കാണുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കൊന്നും കാണുന്നില്ല, അത്ര വെയിലാട്ടോ. കണ്ടോ? സൂപ്പർ. ഭയങ്കര തിരക്കും അതുമല്ല ഭയങ്കര ചൂടാട്ടോ. അയ്യോ, ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ കരിഞ്ഞു പോയി എന്ന് പറയാം. ചുട്ട് കരിഞ്ഞു എന്ന് പറയാൻ വേണമെങ്കിൽ. കൈയൊക്കെ കറുകറാന്നായി. ഭയങ്കര ചൂട്. ഞാൻ രേണുവിനോട് അപ്പോഴും പറഞ്ഞാൽ കുട എടുത്തിട്ട് വരാന്നേ, പക്ഷെ അവൾ എടുത്തില്ല മക്കളെ. നോക്കും മക്കളെ, കണ്ടോ? കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ കൈവേദന എടുക്കുന്നു. കുറേ നേരം എടുക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് കേട്ടോ സൗണ്ട് കുറച്ച് കുറവായിരിക്കും. കാണുന്നുണ്ടെന്ന് തോന്നുന്നു, എനിക്കൊന്നും കാണുന്നില്ല. അത്ര വെയിലവിടെ. വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ. പക്ഷെ 1 മണിക്കൊക്കെ കഴിയുന്നു പറഞ്ഞു. പക്ഷെ 1 മണി കഴിഞ്ഞു, പക്ഷെ ഇനിയും കഴിഞ്ഞിട്ടില്ല. എന്താ സംഭവം എന്നറിയില്ല. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഹായ്, സൂപ്പർ സൂപ്പർ. ഓ, മക്കളെ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും കാണുന്നില്ല. വെയിലത്തൊന്നും കാണാൻ പറ്റുന്നില്ല. കണ്ടോ?
ഇതിൽ വന്നിട്ട് എന്താ പറയുക 2 പേരോ 3 പേരോ അങ്ങോട്ട് ലേഡീസാണ് കേട്ടോ. ഇടയിലൊന്ന് തായിപ്പോയി. ഇതിൽ ലേഡീസാണ് അവർ. ക്യാപ്റ്റൻ വന്നിട്ട് ലേഡീസാണ്, പൈലറ്റ്. നിങ്ങളും ഇതിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, പറ്റിയ വോയിസ് ഓവർ കൊടുക്കാം. ഇവിടെ സൗണ്ടിലൊന്നും കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അറിയത്തില്ല കേട്ടോ. കൈ കടിയുന്നു മക്കളെ. ഓ, കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഭയങ്കരം തന്നെ കേട്ടോ, ഇവരെ സമ്മതിക്കണം. കണ്ടോ? ഓ സൂപ്പർ. സത്യം പറഞ്ഞാൽ കൈ വേദനിക്കുന്നു മക്കളെ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സൂപ്പർ 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 ഫാന്റാസ്റ്റിക്. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. കർച്ചീപ്പ് ഞാൻ കളഞ്ഞു. എൻ്റെ തലയിൽ കർച്ചീപ്പിട്ടിരുന്നത് ഞാൻ കർച്ചീപ്പിനെടുത്ത് കളഞ്ഞു. മക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു മക്കളെ. ഏയ് ഞാൻ എടുത്തിട്ട് വീണ്ടും സമ്മതിക്കണം കേട്ടോ. അവരെ നല്ലപോലെ പ്രാക്ടീസ് ആൻഡ് ട്രെയിനിങ് അല്ലേ? എല്ലാം ലേഡീസാണ് കേട്ടോ, പൈലറ്റ് ലേഡീസാണ് ഇതിലെല്ലാം. പറയാനുള്ളത് രേണു, എന്നെ ഒന്ന് എടുക്കണു. എൻ്റെ ഈ കോലം ഒന്ന് അവർ കാണട്ടെ. പിടിക്കും പിടി. സത്യം വീഡിയോ എടുത്തെടുത്ത് വെയിലത്തിന്റെ കൈയെല്ലാം കരുതായി. വീട്ടിൽ പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. നല്ലോണം വേർത്തു ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നല്ല വെയിൽ, ഈ പൊള്ളുന്ന വെയിലെന്നൊക്കെ പറയില്ല. ജീവിതത്തിൽ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് വെയിൽ തുടങ്ങിയത്. കൈ കണ്ടതിന് സൂപ്പർല്ലേ? ഷിപ്പ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ, നടുവിൽ ഷിപ്പ്. ആ ഏത് നോക്കടി. സൂപ്പർ സൂപ്പർ. ഇറങ്ങാൻ പോകുന്നത് കാണുന്നുണ്ടോ? അടുത്ത് കൂടെ പോയില്ലേ? അതെ, അവരെ കൊണ്ട് പറ്റുന്നിടത്തോളം അവർ ചെയ്യുന്നുണ്ട്. അതാ അവിടുന്ന് അതാ വരുന്നത് രണ്ടെണ്ണം കണ്ടറിയണം. നല്ല ഗുണം ചെയ്തിട്ടുണ്ട്. ഓ സൂപ്പർ സൂപ്പർ. അതൊക്കെ സൂപ്പർ. കാണുന്നുണ്ടോ? സൂപ്പർ സൂപ്പർ. കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ്ടോ 3, 4, അതാ പോയി 5.
നിങ്ങൾക്ക്? ലാസ്റ്റ് തോന്നുന്നു കേട്ടോ, അത് കഴിയാറായി. കാണുന്നില്ലടി ആ ഇന്ത്യൻ ഫ്ലാഗ് കണ്ടോ? നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിന്റെ ആ ഇതാ കൊണ്ടുപോകണം. ലാസ്റ്റ് തോന്നുന്നു കേട്ടോ, അത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? സൂപ്പർ. പോയിരണോ അവരങ്ങനെ? ഓ സൂപ്പർ. ആ ഹാർട്ട് തന്നെ ഇടുന്നു കേട്ടാ. കുറച്ചൊന്നല്ല അവരുടെ അമ്മ സമ്മതിക്കണം വേണം. അപ്പൊ പോവല്ലേ? എന്തത്? നമ്മൾ കഴിഞ്ഞു. ഇവിടുന്ന് കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഇവിടുന്ന് മെല്ലെ നടക്കട്ടെ കേട്ടോ. എന്താ അറിയോ, ഇവിടുന്ന് നടന്നിട്ടില്ലെങ്കിൽ നമുക്കിനി ഇവിടെ മൊബൈൽ ടവർ എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ മെല്ലെ മൂവായി. കാരണം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്യാബ് കിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ ടവർ എല്ലാം ഫുൾ ടവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഇതുകൊണ്ട് തോന്നുന്നില്ലേണോ? അതുകൊണ്ടാണ് കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. എന്താണ് ഹാർട്ട്? ഹായ്. ഓക്കെ ഓക്കെ, ഹാർട്ട് കണ്ട, ഹാർട്ട് ഇട്ട് കൊടുക്കണം. ഹാർട്ട് ഇതാ നോക്കൂ. ഇതാണ് ഇന്ന് മെറീന ബീച്ചിലെ ഒരു ഇതാണ് കേട്ടോ. കാരണം ഒരുപാട് എന്ന് പറഞ്ഞാൽ എവിടുന്നൊക്കെയോ വന്നിട്ടുണ്ട്. ഭയങ്കര തിരക്ക് കണ്ടോ, ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ഏത് കൂടെ വരുന്നതെന്ന് അറിയില്ല ചേട്ടാ. അത് അവർ തന്നെ ഫ്ലാഗിൻ്റെ ഇത് എവിടുന്നാ വരുന്നതെന്ന് അറിയില്ലടി. ഇതാണ് ഇന്നത്തെ മെറീന ബീച്ചിൻ്റെ ഒരു ഇത് കണ്ടോ. ഇങ്ങനെയാണ് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ എവിടുന്നൊക്കെയോ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. എവിടുന്നൊക്കെയോ ആൾക്കാർ. ഇത് അവിടെ ഷിപ്പ് നിൽക്കുന്നുണ്ട്. ആ ഷിപ്പിൽ നിന്നാണ് ഇങ്ങനെ ഇതാവുന്നത് കേട്ടോ. അതാരും അവിടെ നോക്കട്ടെ. ഇത് സോമ വേറെ ലെവൽ. എന്താ മക്കളെ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്തു മക്കളെ. എല്ലാവരും എൻജോയ് ചെയ്തു. ചില കുട്ടീസ് ഇതാ വരുന്നുണ്ട്. ഇത് ഏത് കൂടെ വരുന്നതെന്ന് അറിയാതെ അങ്ങനെ നമ്മൾ അപ്പുറത്തോണ് ആ ഷിപ്പിന്ന് പടാ പടപടപടാ പറഞ്ഞു പോവാണ്. എല്ലാം ഒരേ തന്നെയല്ലേ. ക്യാമ്പ് ഇട്ടാലും അതാ വരുന്നത്. അതാ വരുന്നുണ്ട്. അതാ വരുന്നുണ്ട്. അതാ വരുന്നുണ്ട്.
സമ്മതിക്കണം കേട്ടോ അവരെ. ഓഹോ അപാര ട്രെയിനിങ് അല്ലേ, എന്തത്. ഭയപ്പെടാതെ സൂപ്പറല്ലേ. 20 വർഷത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ നടക്കത്തുള്ളൂ കേട്ടോ അവിടെ. അതുകൊണ്ട് എന്തായാലും ഇപ്പൊ എനിക്ക് നല്ല രസം കിട്ടി. ആ അതാ വരുന്നുണ്ട് രേണു, അവിടുന്ന് വരുന്നുണ്ട്. അതാ ആ ലാസ്റ്റ് പോയതാണത്. അതാ വരുന്നത് ഇന്ത്യൻ ഫ്ലാഗ് ഇട്ടിട്ട്. അതാ നോക്കി ഇന്ത്യൻ ഫ്ലാഗ് വരുന്നത്. അവിടെ നോക്കടി, അവിടെ നോക്കടി, കാണുന്നുണ്ട് വിചാരിക്കണം. ഓ വേടിക്ക. അതോ വരുന്നുണ്ട് അവിടെ നിന്ന് കേട്ടോ. അതാ 3 കാണുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്കൊന്നും കാണുന്നില്ല വെയിലത്ത്. ഞാൻ എൻ്റെ കളർ ഡിമ്മായി, അതുകൊണ്ട് ഇപ്പം ഞാൻ അതാ വരുന്നില്ല നോക്കണേ. ഓ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കണം മക്കളെ, എനിക്കൊന്നും കണ്ണ് കാണുന്നില്ല. ഓ എങ്ങനെ പോണ് നോക്കും മേലെ. ഓ സൂപ്പറോ സൂപ്പർ. കൈ വേദനിക്കണം. ആ പിരിയണോ ഒരു ഹാർട്ടിനിട്ട് വരണം നമുക്കൊക്കെ. I love Chennai வந்து ஹார்ட் போடுறாங்க மக்களே. ஹார்ட் കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഹാർട്ട് കാണുന്നുണ്ടോ? ஹார்ட்டின் போடுறாங்களே மக்களே. രസമോ രസം എവിടുന്നോ വരുന്നുണ്ട്. ഓ ഇതാ മക്കളെ, സൂപ്പറോ സൂപ്പർ. ഇത് എവിടുന്നാ വരുന്നത്? നമ്മളിപ്പം എല്ലാം മൂവായാൽ നമുക്ക് റോഡിലോട്ട് കിടക്കാം. ഇവിടെ മൊബൈലിൻ്റെ ടവറില്ല, അതുകൊണ്ട് രേണു എന്നെ വിട്ടിട്ട് പോയാലും ഞാൻ രേണുവിനെ വിട്ടിട്ട് പോയാലും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യാൻ പറ്റത്തില്ല. അല്ല രേണു, രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യാൻ പറ്റത്തില്ല. നീ എന്നെ വിട്ടിട്ട് പോയാലും ഞാൻ നിന്നെ വിട്ടിട്ട് പോയേ മിസ്സായി അവിടെ കിടക്കേണ്ടി വരും. നെറ്റ്വർക്ക് ഇല്ല മക്കളേ. അതറിയണോ നോക്കടി? ആ അവരെന്നെ അത് ഹെലികോപ്റ്ററാണ് കേട്ടോ. കാണുന്നുണ്ടോ?
രേണു എന്നെ വിട്ടിട്ട് ഫോട്ടോ വയ്യക്കോളത്തിലാ. ഓക്കേ കഴിഞ്ഞു എന്നാ രേണു പറയണത്. അപ്പോൾ നമ്മൾ പോകുന്നു. അന്ന് തന്നെ എന്നെ കുറച്ച് എടുക്കുന്നോട്ടെ. ആ ബോട്ടിൽ എന്തിനിടറി ബോട്ടിൽ എന്താ അയ്യോ പറ്റിച്ചേ. പിടിക്ക അപ്പോൾ അത് പിടിക്കും. വാട്ടർ നടക്ക മക്കളെ വേഗം നടക്കുക. അവിടെ പോകാൻ പറ്റാട്ടോ, പുറത്ത് വണ്ടിയൊന്നും ഇല്ല നിങ്ങൾക്ക്. നടന്ന് നമ്മൾ ഇനി വരുന്നുണ്ട്, മനുഷ്യന്മാർ വരുന്നുണ്ട്. അതാടാ 1 മണിയാ കഴിഞ്ഞു. ഒരു സമയം അതാ അതോടെ തന്നെ കഴിഞ്ഞു. 1 മണിയായതാണ്. ലാസ്റ്റാണ് കണ്ടാ. വാ വരെ അത് ബലൂൺ വിട്ട് കളിക്കുന്ന കുട്ടികൾ. വാ 1 മണിയായി വാടി. അതാണ്ട് കഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടോ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് വെയിലിൻ്റെ? പിന്നെ എയർ ഷോ എങ്ങനെയുണ്ടായിരുന്നു? നേരിട്ട് കാണണം. കണ്ട ആൾക്കാരൊക്കെ പൂവിടും. സമയം വാ പുറത്തു പോകാൻ പറ്റില്ല. വാ ഇവിടെ പുറത്ത് കിടക്കാൻ പറ്റില്ല, റഷാണ്. നിങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നോക്ക്, ഇതാ ജനങ്ങൾ അവിടെ ഗേറ്റ് ഫുള്ളായതാ. എന്തടിക്കണം? സല്യൂട്ട്. എന്താ അത്? ദിയാ മേഡം നടന്നു വരുമ്പോഴേക്കും നേരം കൊടുക്കും ചെയ്യും. ഇതാ അവിടെ നിന്ന് പുറത്ത് കിടക്കാനാണെങ്കിലോ IPL പിന്നെ നോക്ക പുറത്ത് പോകാൻ പറ്റില്ല. ഓടിയാ വേണുവിനെ കയറ്റാൻ വരികയാണ്. ഇറങ്ങിക്കോ. കണ്ടോ നമ്മുടെ അടുത്തേക്ക് വരുന്നതാണോ? വേഗം കയറി കയറിയണോ? നോക്കൂ മക്കളെ, ജനം കണ്ടു മക്കളെ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് ഇന്നത്തെ ഒരു ന്യൂസിൽ ഫുള്ളുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതിരിക്കുക. എല്ലാവർക്കും ടാറ്റ, ലവ് യു, ചെറുകുട്ടീസ്.